എബോള ബാധിത കോങ്കോയിൽ തീവ്രവാദികൾ 76 ക്രൈസ്തവരെ കൊലപ്പെടുത്തി. ലോകം എബോള മാരക വൈറസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ മാരക വൈറസ് പ്രദേശത്ത് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത് ആനന്ദിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികൾ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ DRC നോർത്ത് കിവുവിലെ ബെനി മേഖലയിൽ രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ ആക്രമണങ്ങളിൽ 76 ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയതായി ഇസ്ലാമിക തീവ്രവാദികൾ അവകാശപ്പെട്ടു. വടക്കുകിഴക്കൻ കോങ്കോയിൽ സ്ഥിരീകരിച്ച 515 കേസുകളിൽ 487 എണ്ണത്തിലും എബോള പൊട്ടിപ്പുറപ്പെടലിന്റെ പ്രഭാവ കേന്ദ്രമായ ഇറ്റൂരിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. മെയ് 31 ഞായറാഴ്ച മായൻഗ്രോസ് ഗ്രാമത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ 16 ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി. ഒരു ദിവസം മുമ്പ് ഇതേ ഗ്രാമത്തിൽ നിന്ന് 10 ക്രൈസ്തവരെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു. അതേ ദിവസം തന്നെ ഡുയക്കിനെ ഗ്രാമത്തിൽ 15 ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി. മെയ് 15 ഒയ്ച്ച നഗരത്തിന് സമീപം 16 പേരുടെ കൊലപാതകത്തെ തുടർന്നാണ് ഈ ക്രൂരതകൾ അരങ്ങേറിയത്. ജൂൺ 2 ബെനിയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 19 പേര് കൊല്ലപ്പെട്ടു. 18 മാസത്തിനിടെ 1130 ക്രിസ്ത്യാനികൾക്കാണ് ജീവൻ നഷ്ടമായത്. മെയ് 15 എബോള പൊട്ടിപ്പുറപ്പെട്ടതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇതുവരെ കോങ്കോയിൽ 100-ലധികം പേര് മരിച്ചിട്ടുണ്ട്. ലോകം എബോള മാരക വൈറസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ മാരക വൈറസ് പ്രദേശത്ത് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത് ആനന്ദിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികൾ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ DRC നോർത്ത് കിവുവിലെ ബെനി മേഖലയിൽ രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ ആക്രമണങ്ങളിൽ 76 ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയതായി ഇസ്ലാമിക തീവ്രവാദികൾ അവകാശപ്പെട്ടു. വടക്കുകിഴക്കൻ കോങ്കോയിൽ സ്ഥിരീകരിച്ച 515 കേസുകളിൽ 487 എണ്ണത്തിലും എബോള പൊട്ടിപ്പുറപ്പെടലിന്റെ പ്രഭാവ കേന്ദ്രമായ ഇറ്റൂരിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. മെയ് 31 ഞായറാഴ്ച മായൻഗ്രോസ് ഗ്രാമത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ 16 ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി. ഒരു ദിവസം മുമ്പ് ഇതേ ഗ്രാമത്തിൽ നിന്ന് 10 ക്രൈസ്തവരെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു. അതേ ദിവസം തന്നെ ഡുയക്കിനെ ഗ്രാമത്തിൽ 15 ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി. മെയ് 15 ഒയ്ച്ച നഗരത്തിന് സമീപം 16 പേരുടെ കൊലപാതകത്തെ തുടർന്നാണ് ഈ ക്രൂരതകൾ അരങ്ങേറിയത്. ജൂൺ 2 ബെനിയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 19 പേര് കൊല്ലപ്പെട്ടു. 18 മാസത്തിനിടെ 1130 ക്രിസ്ത്യാനികൾക്കാണ് ജീവൻ നഷ്ടമായത്. മെയ് 15 എബോള പൊട്ടിപ്പുറപ്പെട്ടതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇതുവരെ കോങ്കോയിൽ 100-ലധികം പേര് മരിച്ചിട്ടുണ്ട്.